LGBTQല് ക്യൂ എന്ന് പറഞ്ഞാൽ ക്യൂർ എന്നാണ്. ക്യൂർ എൻ്റെ അർത്ഥം സ്ട്രേഞ്ച് എന്നാണ്. അവർ പറയണത് സെക്സ് എന്ന് പറഞ്ഞാൽ, സെക്സ്വൽ ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് മറ്റൊന്നിനോട് സെക്സിനോട് താല്പര്യം തോന്നുക എന്ന് പറഞ്ഞാൽ അത് ഏത് രൂപത്തിലും തോന്നാം. ചിലപ്പോൾ ബാക്കിയുള്ള ആളുകൾക്ക് അത് സ്ട്രേഞ്ചായി തോന്നിയേക്കും. ഉദാഹരണത്തിന് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഹോമോസെക്ഷുവാലിറ്റി ഇതെല്ലാം, പിന്നെ ലെസ്ബിയനിസം ഇതെല്ലാം ഉണ്ട്. ഇതല്ലാതെ പല ടൈപ്പുള്ള സെക്സ്വൽ ഓറിയൻറ്റേഷൻസ് ഉണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ബെസ്റ്റിയാലിറ്റി. ബെസ്റ്റിയാലിറ്റി എന്ന് പറഞ്ഞാൽ മൃഗങ്ങളോട് താല്പര്യം തോന്നുക എന്നുള്ളതാണ്. എൻ്റെ വീട്ടിൽ ആടിനോട് എനിക്ക് താല്പര്യം തോന്നുന്നു, ഞാൻ വളർത്തുന്ന കുതിരയോട് താല്പര്യം തോന്നുന്നു, പശുവിനോട് താല്പര്യം തോന്നുന്നു, പട്ടിയോട് താല്പര്യം തോന്നുന്നു. ഇതെല്ലാം ഉണ്ട്. ഇതിനെല്ലാം ആളുകളുണ്ട്, ക്ലബ്ബുകളുണ്ട് ഇൻ്റർനാഷണലായിട്ട്. അപ്പോൾ ബെസ്റ്റിയാലിറ്റി അല്ലെങ്കിൽ സൂഫീലിയ എന്ന് പറയാം. ഇതെന്താണ്? ഒരു ക്യൂർ ആണ്. അഥവാ നമ്മൾക്ക് വിചിത്രമാണെന്ന് തോന്നും, നമുക്ക് സ്ട്രെയിഞ്ചാന്ന് തോന്നും, പക്ഷേ അവർക്കത് അവർ ആസ്വദിക്കേണ്ട. അതുകൊണ്ട് തന്നെ യു ഹാവ് ടു അലൗ ദം ടു ഡു ദാറ്റ്. യു എന്നല്ല, നിയമം സമ്മതിക്കണം. രണ്ടാമത്തെ ഇതേപോലെ തന്നെ ക്യൂറിൽ പെടുത്താൻ പറ്റുന്ന ഒരു സംഗതിയാണ് നേക്രോഫിലിയ എന്ന് പറയുന്നത്. നേക്രോഫിലിയ എന്ന് പറഞ്ഞാൽ ഡെഡ് ബോഡീസിനോട് ഈ ശാരീരിക ബന്ധത്തിന് താല്പര്യം തോന്നുന്നത്. അതിൽ ഒരുപാട് ജസ്റ്റിഫിക്കേഷൻസ് ഉണ്ട്. ആ ജസ്റ്റിഫിക്കേഷൻസ് അവരിങ്ങനെ മുന്നോട്ട് വെക്കും. ഒരു നല്ല സുന്ദരിയായ സ്ത്രീയാണ്, അവൾ മരിച്ചു പോണതിന് മുമ്പ് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, അവൾക്കും കുഴപ്പമില്ലായിരുന്നു, പക്ഷേ ഞങ്ങൾക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ആ സമയത്ത് ബന്ധപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ ആ സമയത്ത് ബന്ധപ്പെടാറുണ്ടായിരുന്നു. അപ്പോൾ അവൾ മരിച്ചുപോയി, ഇനി മണ്ണാകാൻ പോവാണ്. അപ്പോൾ എൻ്റെ അവസാനത്തെ ഒരു ആഗ്രഹം കൂടിയാണ്, അത് നടപ്പാക്കണതിന് എന്താ കുഴപ്പം? ഈ മയ്യത്തിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാം. ഇതെന്താണ്? നമുക്ക് സ്ട്രെയിഞ്ചായി തോന്നും, പക്ഷേ അവർക്ക് കുഴപ്പമില്ല. ഇതേപോലെ തന്നെയാണ് ഇൻസെസ്റ്റ് എന്ന് പറയും. ഇൻസെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു അച്ഛനും മകളും തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക, അല്ലെങ്കിൽ അമ്മയും മകനും തമ്മിൽ ബന്ധപ്പെടുക, സഹോദരങ്ങൾ തമ്മിൽ ബന്ധപ്പെടുക. ഇതെല്ലാം ഇൻസെസ്റ്റ് എന്ന് പറഞ്ഞാൽ, അഥവാ ക്ലോസ് റിലേറ്റീവ്സ് തമ്മിലുള്ള സെക്ഷുവൽ റിലേഷൻഷിപ്പ്. ഇത് നമുക്ക് സ്ട്രെയിഞ്ചായി തോന്നും, പക്ഷെ അവർക്ക് ആക്സെപ്റ്റബിളാണ്. ഇതേപോലുള്ള ഒരുപാട് ടൈപ്പ് വളരെ വൃത്തികെട്ട, ഒരിക്കലും സോഷ്യലി ആക്സെപ്റ്റബിൾ അല്ലാത്ത സംഗതി, ഇതെല്ലാം ആക്സെപ്റ്റബിൾ ആകണം എന്നുള്ളതാണ് ഇവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് LGBTQ എന്ന് പറയുന്നത്. ഇതേപോലെ ഒരുപാട് തരത്തിലുള്ള സംഭവങ്ങളുണ്ട്. ചിലതൊന്നും പറയാൻ പോലും പറ്റാത്ത അത്രയും വൃത്തികേടുകളാണ്. അപ്പോൾ അത് പക്ഷേ നമുക്കത് വൃത്തികേടായി തോന്നും, നമുക്ക് സ്ട്രെയിഞ്ചായി തോന്നും, പക്ഷേ ഇഫ് ദേ ആർ സാറ്റിസ്ഫൈഡ് വിത്ത് ഓൺലി തിങ് ഈസ് കൺസെൻറ്റ് വേണമെന്നുള്ളത്. അവർ ആകതിൽ ഉള്ള ഒരൊറ്റ സംഗതി മാത്രമേ ഉള്ളൂ, ഇതിലെല്ലാം കൺസെൻറ്റ് വേണം. ഇതേപ്പെട്ടാണെന്ന് പീഡോഫിലിയ എന്ന് പറയുന്നത്. പീഡോഫിലിയ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ സെക്സിൽ ഏർപ്പെടാൻ ഉള്ള എല്ലായിടത്തും ഒരു ഏജ് ഓഫ് കൺസെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈമുണ്ട്. അതിൻ്റെ താഴെയുള്ള ആളുകളായിട്ട്, അത് ചെറിയ കുട്ടികൾ ആണെങ്കിൽ പോലും അവരോട് അട്രാക്ഷൻ തോന്നുക എന്നുള്ളതാണ്. അതും ഇതേപോലെ സ്ട്രെയിഞ്ചാണ് നമുക്ക്, പക്ഷേ അത് ക്യൂറാണെന്ന് പറയാം. ഈവൻ അതിനു വേണ്ടിയുള്ള ഓർഗനൈസേഷൻസ് വരെ ഉണ്ട്. നമ്മൾ വിചാരിക്കുന്നത് പോലെ ചെറുതല്ല പ്രശ്നം. ഇപ്പോൾ നോർത്ത് അമേരിക്കയിലുള്ള ഓർഗനൈസേഷൻ്റെ പേര് നാംബ്ല എന്നാണ്. നാംബ്ല എന്ന് പറഞ്ഞാൽ നോർത്ത് അമേരിക്കൻ മാൻ ബോയ് ലവേഴ്സ് അസോസിയേഷൻ. അതിന് അസോസിയേഷൻ ഉണ്ട്. അങ്ങനെ ആരെങ്കിലും പോലീസെല്ലാം ഇങ്ങനത്തെ വിഷയത്തിലുണ്ടായി പിടിച്ചാൽ ദി അസോസിയേഷൻ വിൽ ടേക്ക് കെയർ ഓഫ് ദാറ്റ്. വലിയ വലിയ ബുദ്ധിജീവികൾ അത്തരം ഇഷ്യൂസ് വരുമ്പോൾ എന്താണ് മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ട് പറയാണ്, ഒരു കുട്ടിക്കൊരു പ്രശ്നമില്ലെങ്കിൽ പിന്നെ എന്താണ് നിങ്ങൾക്ക് പ്രശ്നം? അഥവാ ഒരു കുട്ടി 12, 13, 11 വയസ്സുള്ള ഒരു കുട്ടിയുമായി ഒരാണ് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. അത് ചിലപ്പോൾ ആൺകുട്ടിയായിരിക്കും, ചിലപ്പോൾ പെൺകുട്ടിയായിരിക്കും. നാംബ്ല പ്രധാനമായിട്ട് ബോയ്സായിട്ട് ബന്ധപ്പെട്ട. അപ്പോൾ ഇങ്ങനെ ബന്ധപ്പെടുമ്പോൾ ആ കുട്ടിക്ക് ചിലപ്പോൾ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടാവും. ചിലപ്പോൾ ചോക്ലേറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ആയിരിക്കും. അത് അയാൾ വാങ്ങിക്കൊടുക്കുന്നു, കുട്ടി തിരിച്ച് ഇയാൾക്ക് സെക്ഷുവൽ പ്ലഷർ കൊടുക്കുന്നു.
അവിടെ രണ്ടാൾക്കും കൺസെൻ്റ് ഉണ്ട്. വാട്ട്സ് റോങ് ഇൻ ഇറ്റ് എന്നാണ് അവർ ചോദിക്കുന്നത്. ഇതെല്ലാം നമ്മുടെ നാടുകളിലേക്ക് കൊണ്ടുവരണം.